ഗെറ്റ് ബൈ. ഫ്രേസൽ വെർബ് ഗെറ്റ് ബൈ. ഫ്രേസൽ വെർബ് ഗെറ്റ് ബൈ നമ്മൾ പല രീതിയിൽ പല ആശയത്തിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഗെറ്റ് ബൈയുടെ രണ്ട് മീനിങ്ങുകൾ നമുക്ക് നോക്കാം. ഗെറ്റ് ബൈ നമ്മൾ ഒന്നാമതായിട്ട് യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെയോ മറികടന്ന് പോവുക അല്ലെങ്കിൽ പാസ് ചെയ്ത് പോവുക എന്ന് പറയുവാനായിട്ട് നമ്മൾ ഗെറ്റ് ബൈ എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്ത് സംസാരിക്കാറുണ്ട്. രണ്ട് മൂന്ന് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത്, എക്സ്ക്യൂസ് മീ, മേ ഐ ഗെറ്റ് ബൈ. ഞാൻ താങ്കളെ പാസ് ചെയ്ത് പോയിക്കോട്ടെ, മറികടന്ന് പോയിക്കോട്ടെ. എക്സ്ക്യൂസ് മീ, മേ ഐ ഗെറ്റ് ബൈ. മേ ഐ ഗെറ്റ് ബൈ. നെക്സ്റ്റ്, ക്യാൻ ഐ ഗെറ്റ് ബൈ. ഞാൻ താങ്കളെ പാസ് ചെയ്ത് പോയിക്കോട്ടെ, മറികടന്ന് പോയിക്കോട്ടെ. ക്യാൻ ഐ ഗെറ്റ് ബൈ. നെക്സ്റ്റ്, എക്സ്ക്യൂസ് മീ, ക്യാൻ ഐ ഗെറ്റ് ബൈ. ഞാൻ താങ്കളെ പാസ് ചെയ്ത് പോയിക്കോട്ടെ, മറികടന്ന് പോയിക്കോട്ടെ. ക്യാൻ ഐ ഗെറ്റ് ബൈ. നെക്സ്റ്റ്, എക്സ്ക്യൂസ് മീ, കുഡ് ഐ ഗെറ്റ് ബൈ. ഞാൻ താങ്കളെ പാസ് ചെയ്ത് പോയിക്കോട്ടെ. ഇവിടെ ക്യാനിന് പകരം കുഡ് യൂസ് ചെയ്തിരിക്കുകയാണ്. കുഡ് യൂസ് ചെയ്താൽ കുറച്ചുകൂടെ പൊളൈറ്റായിട്ട് സംസാരിക്കുന്ന ഒരു രീതിയാണ്. ക്യാനിന് പകരം നമുക്ക് കുഡും യൂസ് ചെയ്ത് സംസാരിക്കാം. കുഡ് ഐ ഗെറ്റ് ബൈ. ഞാൻ താങ്കളെ പാസ് ചെയ്ത് പോയിക്കോട്ടെ. നെക്സ്റ്റ്, ക്യാൻ ഐ ഗെറ്റ് ബൈ യു. ഞാൻ താങ്കളെ പാസ് ചെയ്ത് പോയിക്കോട്ടെ. ക്യാൻ ഐ ഗെറ്റ് ബൈ യു. നെക്സ്റ്റ്, ക്യാൻ യു ലെറ്റ് മീ ഗെറ്റ് ബൈ. എന്നെ പാസ് ചെയ്ത് പോകുവാനായിട്ട്, മറികടന്ന് പോകുവാനായിട്ട് അനുവദിക്കാമോ? ക്യാൻ യു ലെറ്റ് മീ ഗെറ്റ് ബൈ. നെക്സ്റ്റ്, ഐ നീഡ് ടു ഗെറ്റ് ബൈ. എനിക്ക് പാസ് ചെയ്ത് പോകണം, മറികടന്ന് പോകണം. ഐ നീഡ് ടു ഗെറ്റ് ബൈ. നെക്സ്റ്റ്, എക്സ്ക്യൂസ് മീ, ഐ നീഡ് ടു ഗെറ്റ് ബൈ. എനിക്ക് പാസ് ചെയ്ത് പോകണം. ഐ നീഡ് ടു ഗെറ്റ് ബൈ. നെക്സ്റ്റ്, ഐ ആം ട്രൈങ് ടു ഗെറ്റ് ബൈ. ഞാൻ പാസ് ചെയ്ത് പോകുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഐ ആം ട്രൈങ് ടു ഗെറ്റ് ബൈ. നെക്സ്റ്റ്, ഐ കാൺ ഗെറ്റ് ബൈ. എനിക്ക് പാസ് ചെയ്ത് പോകുവാനായിട്ട് കഴിയുന്നില്ല. ഐ കാൺ ഗെറ്റ് ബൈ. നെക്സ്റ്റ്, ദിസ് കാർ വോണ്ട് ലെറ്റ് മീ ഗെറ്റ് ബൈ. ഈ കാർ എന്നെ പാസ് ചെയ്ത് പോകുവാനായിട്ട് അനുവദിക്കുന്നില്ല. മീൻസ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു കാറുണ്ട്, അത് വളരെ പയ്യെയാണ് പോകുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് അത് പാസ് ചെയ്ത് മറികടന്ന് പോകുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ദിസ് കാർ വോണ്ട് ലെറ്റ് മീ ഗെറ്റ് ബൈ. നെക്സ്റ്റ്, ഐ നീഡ് ടു ഗെറ്റ് ബൈ ദിസ് ടേബിൾ. എനിക്ക് ഈ ടേബിൾ പാസ് ചെയ്ത് പോകണം. ഐ നീഡ് ടു ഗെറ്റ് ബൈ ദിസ് ടേബിൾ. നെക്സ്റ്റ്, ഐ നീഡ് ടു ഗെറ്റ് ബൈ ദിസ് ചെയർ. എനിക്ക് ഈ ചെയർ പാസ് ചെയ്ത് പോകണം. ഐ നീഡ് ടു ഗെറ്റ് ബൈ ദിസ് ചെയർ. നെക്സ്റ്റ്, ഐ നീഡ് ടു ഗെറ്റ് ബൈ ദിസ് ക്രൗഡ്. എനിക്ക് ഈ ക്രൗഡ് പാസ് ചെയ്ത് പോകണം, മറികടന്ന് പോകണം. ഐ നീഡ് ടു ഗെറ്റ് ബൈ ദിസ് ക്രൗഡ്. നെക്സ്റ്റ്, ഐ നീഡ് ടു ഗെറ്റ് ബൈ ദിസ് ക്രൗഡ് ടു ഗെറ്റ് ടു ദ അതർ സൈഡ്. അതർ സൈഡിൽ എത്തുവാനായിട്ട് എനിക്ക് ഈ ക്രൗഡ് മറികടന്ന് പോകണം. ഐ നീഡ് ടു ഗെറ്റ് ബൈ ദിസ് ക്രൗഡ് ടു ഗെറ്റ് ടു ദ അതർ സൈഡ്. നെക്സ്റ്റ്, എക്സ്ക്യൂസ് മീ, ഐ നീഡ് ടു ഗെറ്റ് ബൈ ദ ലൈൻ. എനിക്ക് ലൈന് പാസ് ചെയ്ത് പോകണം, മറികടന്ന് പോകണം. എക്സ്ക്യൂസ് മീ, ഐ നീഡ് ടു ഗെറ്റ് ബൈ ദ ലൈൻ. നെക്സ്റ്റ്, പ്ലീസ് ലെറ്റ് മീ ഗെറ്റ് ബൈ ടു മൈ ബാഗ്. എൻ്റെ ബാഗ് എടുക്കുവാനായിട്ട് എന്നെ ഒന്ന് പാസ് ചെയ്യുവാനായിട്ട് അനുവദിക്കൂ. പ്ലീസ് ലെറ്റ് മീ ഗെറ്റ് മൈ ടു ഗെറ്റ് മൈ ബാഗ്. നെക്സ്റ്റ്, ക്യാൻ യു മൂവ്. ഒന്ന് മാറാമോ? സോ ഐ ക്യാൻ ഗെറ്റ് ബൈ. എന്നാൽ എനിക്ക് പാസ് ചെയ്ത് പോകുവാനായിട്ട് സാധിക്കും. സോ ഐ ക്യാൻ ഗെറ്റ് ബൈ. ക്യാൻ യു മൂവ്. സോ ഐ ക്യാൻ ഗെറ്റ് ബൈ. നെക്സ്റ്റ്, കുഡ് യു മൂവ് ഓവർ എ ലിറ്റിൽ. കുറച്ചൊന്ന് മാറാമോ? ഐ നീഡ് ടു ഗെറ്റ് ബൈ. എനിക്ക് പാസ് ചെയ്ത് പോകണം. ഐ നീഡ് ടു ഗെറ്റ് ബൈ. നെക്സ്റ്റ്, കുഡ് യു മൂവ് എ ബിറ്റ്. കുറച്ചൊന്ന് മാറാമോ? ഐ നീഡ് ടു ഗെറ്റ് ബൈ. എനിക്ക് പാസ് ചെയ്ത് പോകണം. ഐ നീഡ് ടു ഗെറ്റ് ബൈ. നെക്സ്റ്റ്, എക്സ്ക്യൂസ് മീ, ക്യാൻ യു ലെറ്റ് മീ ഗെറ്റ് ബൈ. എന്നെ പാസ് ചെയ്ത് പോകുവാനായിട്ട് അനുവദിക്കാമോ? ക്യാൻ യു ലെറ്റ് മീ ഗെറ്റ് ബൈ. ഐ നീഡ് ടു ഗ്രാബ് സംതിങ് ഫ്രം ദ ഷെൽഫ്. എനിക്ക് ഷെൽഫിൽ നിന്ന് കുറച്ച് സാധനം എടുക്കണം. ഐ നീഡ് ടു ഗ്രാബ് സംതിങ് ഫ്രം ദ ഷെൽഫ്. നെക്സ്റ്റ്, സോറി ടു ഇൻട്രപ്റ്റ്. ഇൻട്രപ്റ്റ് ചെയ്തതിന് സോറി. ക്യാൻ ഐ ഗെറ്റ് ബൈ യുവർ സീറ്റ്. ഞാൻ താങ്കളുടെ സീറ്റ് പാസ് ചെയ്ത് പോയിക്കോട്ടെ. ക്യാൻ ഐ ഗെറ്റ് ബൈ യുവർ സീറ്റ്. നെക്സ്റ്റ്, ഹീ ട്രൈ ടു ഗെറ്റ് ബൈ സെക്യൂരിറ്റി വിത്തൗട്ട് ഷോയിങ് ഹിസ് ഐ ഡി. അവൻ അവൻ്റെ ഐ ഡി കാണിക്കാതെ സെക്യൂരിറ്റിയെ പാസ് ചെയ്ത് പോകുവാനായിട്ട് ശ്രമിച്ചു. ഹി ട്രൈ ടു ഗെറ്റ് ബൈ സെക്യൂരിറ്റി വിത്തൗട്ട് ഷോയിങ് ഹിസ് ഐ ഡി. ഇനി
ഗെറ്റ് ബൈയുടെ രണ്ടാമത്തെ മീനിങ്ങിലോട്ട് പോകാം. ഗെറ്റ് ബൈയുടെ രണ്ടാമത്തെ മീനിങ് എന്ന് വെച്ചാൽ മണി സംബന്ധമായിട്ട് പണത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഗെറ്റ് ബൈ എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്ത് സംസാരിക്കാറുണ്ട്. അതായത് എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്. ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുവാനായിട്ടുള്ള ചിലവഴിക്കുവാനായിട്ടുള്ള പണമാണ്, ഒരുപാടല്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ചിലവിനുള്ള പണമുണ്ട് എന്ന് പറയുവാനായിട്ട് നമ്മൾ ഗെറ്റ് ബൈ എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്ത് സംസാരിക്കാറുണ്ട്. 2-3 സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ദേ ഹാവ് ഇനഫ് മണി ടു ഗെറ്റ് ബൈ. നിന്നു പോകുവാനായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാനായിട്ട് അവർക്ക് ആവശ്യത്തിനുള്ള പണമുണ്ട്. ഓർക്കുക, ആവശ്യത്തിനുള്ളതേ ഉള്ളൂ, ഒരുപാടില്ല. ദേ ഹാവ് ഇനഫ് മണി ടു ഗെറ്റ് ബൈ. നെക്സ്റ്റ്, ഡു യു ഹാവ് ഇനഫ് ടു ഗെറ്റ് ബൈ. നിന്നു പോകുവാനായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാനായിട്ട് നിൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടോ? ഡു യു ഹാവ് ഇനഫ് ടു ഗെറ്റ് ബൈ. നെക്സ്റ്റ്, ഹീ ഈസ് ജസ്റ്റ് ഗെറ്റിംഗ് ബൈ. അദ്ദേഹം നിന്നു പോവുകയാണ്. മീൻസ് ആവശ്യത്തിനുള്ള പണം മാത്രമേ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൂ. ബേസിക് ആയിട്ടുള്ള ചിലവിന് മാത്രമേ ഉള്ള കാശ് മാത്രമേ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൂ, ഒരുപാടില്ല. ഹീ ഈസ് ജസ്റ്റ് ഗെറ്റിംഗ് ബൈ. അദ്ദേഹം നിന്നു പോവുകയാണ്. ഹീ ഈസ് ജസ്റ്റ് ഗെറ്റിംഗ് ബൈ. നെക്സ്റ്റ്, ദേ ആർ ബെയർലി ഗെറ്റിംഗ് ബൈ. അവർ നിന്നു പോവുകയാണ്. ഈ ഒരു സെൻറ്റൻസിൻ്റെ ആശയം അവർ വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത് എന്നാണ് അതിൻ്റെ ആശയം. ആവശ്യത്തിനുള്ള പണം മാത്രമേ ഉള്ളൂ, ഒരുപാടില്ല. ദേ ആർ ബെയർലി ഗെറ്റിംഗ് ബൈ. നെക്സ്റ്റ്, ഹൗ ഡു യു ഗെറ്റ് ബൈ ഫ്രം വൺ ഡേ ടു ദ നെക്സ്റ്റ്. ഓരോ ദിവസവും നീ എങ്ങനെയാണ് നിന്നു പോകുന്നത്? ഈ ഒരു ക്വസ്റ്റിൻ്റെ ആശയം അതുതന്നെയാണ്. വളരെ ബുദ്ധിമുട്ടി പോകുന്ന ഒരാളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണിത്. ഹൗ ഡു യു ഗെറ്റ് ബൈ ഫ്രം വൺ ഡേ ടു ദ നെക്സ്റ്റ്. നെക്സ്റ്റ്, ദേ ഗെറ്റ് ബൈ ഓൺ ജസ്റ്റ് വൺ ഇൻകം. ഒരു ഇൻകത്തിലാണ് അവർ നിന്നു പോകുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് ഈസി. അത് ഈസി അല്ല. നെക്സ്റ്റ്, ദ ബഡ്ജറ്റ് വാസ് ടൈറ്റ്. ബഡ്ജറ്റ് ടൈറ്റ് ആയിരുന്നു. ബട്ട് വി ഗാട്ട് ബൈ വിത്ത് വാട്ട് വി ഹാഡ്. പക്ഷേ ഞങ്ങൾക്ക് ഉള്ളത് വെച്ച് ഞങ്ങൾ നിന്നു പോയി. പാസ്റ്റാണ്. ബട്ട് വി ഗാട്ട് ബൈ വിത്ത് വാട്ട് വി ഹാഡ്. നെക്സ്റ്റ്, മൈ ബഡ്ജറ്റ് ഈസ് ടൈറ്റ്. എൻ്റെ ബഡ്ജറ്റ് ടൈറ്റാണ്. ബട്ട് ഇറ്റ്സ് ഇനഫ് ടു ഗെറ്റ് ബൈ. പക്ഷേ നിന്ന് പോകാനായിട്ട് ഇത് മതി. ബട്ട് ഇറ്റ്സ് ഇനഫ് ടു ഗെറ്റ് ബൈ. നെക്സ്റ്റ്, ഷീ ഹാസ് എ പാർട്ട് ടൈം ജോബ്. അവൾക്കൊരു പാർട്ട് ടൈം ജോബ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് ഇനഫ് ടു ഗെറ്റ് ബൈ ഫോർ നൗ. ഇപ്പോഴത്തേക്ക് അത് മതി, നിന്ന് പോകുവാനായിട്ട് അത് മതി. ആൻഡ് ഇറ്റ്സ് ഇനഫ് ടു ഗെറ്റ് ബൈ ഫോർ നൗ. നെക്സ്റ്റ്, വിത്ത് ദ കറണ്ട് സാലറി. ഇപ്പോഴുള്ള സാലറി വെച്ച് ദേ മാനേജ് ടു ഗെറ്റ് ബൈ. അവർ നിന്ന് പോകുവാനായിട്ട് മാനേജ് ചെയ്യുകയാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാനായിട്ട് മാനേജ് ചെയ്യുകയാണ്. ദേ മാനേജ് ടു ഗെറ്റ് ബൈ. ബട്ട് ഇറ്റ്സ് എ ടൈറ്റ് ബഡ്ജറ്റ്. അതൊരു ടൈറ്റ് ബഡ്ജറ്റാണ്. നെക്സ്റ്റ്, ഹൗ ഡു യു ഗെറ്റ് ബൈ ഓൺ സച്ച് എ സ്മോൾ പേ ചെക്ക്. ചെറിയ സാലറി കൊണ്ട് നീ എങ്ങനെയാണ് നിന്ന് പോകുന്നത്? ഹൗ ഡു യു ഗെറ്റ് ബൈ ഓൺ സച്ച് എ സ്മോൾ പേ ചെക്ക്. നെക്സ്റ്റ്, യാ അതെ, ഇറ്റ്സ് ടൈറ്റ്. അതെ ടൈറ്റാണ്. ബട്ട് ഐ ഗെറ്റ് ബൈ വിത്ത് മൈ പാർട്ട് ടൈം ജോബ്. പക്ഷേ ഞാൻ എൻ്റെ പാർട്ട് ടൈം ജോബ് കൊണ്ട് നിന്ന് പോവുകയാണ്. ബട്ട് ഐ ഗെറ്റ് ബൈ വിത്ത് മൈ പാർട്ട് ടൈം ജോബ്. നെക്സ്റ്റ്, ഈവൻ ദോ ദ പേ ഈസ് ഇൻ ഗ്രേറ്റ്. എൻ്റെ സാലറി ഗ്രേറ്റ് അല്ലെങ്കിലും ഇറ്റ്സ് ഇനഫ് ടു ഗെറ്റ് ബൈ ഫോർ ദ മൊമെൻറ്റ്. ഇപ്പോഴത്തേക്ക് നിന്ന് പോകാനായിട്ട് ഇത് മതി, ഇത് ഓക്കെയാണ്, ആവശ്യത്തിനുണ്ട്. ഇറ്റ്സ് ഇനഫ് ടു ഗെറ്റ് ബൈ ഫോർ ദ മൊമെൻറ്റ്. നെക്സ്റ്റ്, വി ആർ ഗെറ്റിംഗ് ബൈ ഓൺ സേവിങ്സ് റൈറ്റ് നൗ. ഞങ്ങളിപ്പോൾ സേവിങ്സ് കൊണ്ടാണ് നിന്ന് പോകുന്നത്. ബട്ട് വി നീഡ് ടു ഫൈൻഡ് എ സ്റ്റഡി ഇൻകം സൂൺ. പക്ഷേ ഉടനെ തന്നെ ഞങ്ങൾക്ക് സ്റ്റഡി ആയിട്ടുള്ളൊരു ഇൻകം കണ്ടുപിടിക്കണം. ബട്ട് വി നീഡ് ടു ഫൈൻഡ് എ സ്റ്റഡി ഇൻകം സൂൺ. നെക്സ്റ്റ്, ഐ ആം ബെർലി ഗെറ്റിംഗ് ബൈ വിത്ത് മൈ ഫ്രീലാൻസ് ഗിഗ്സ്. ഞാൻ എൻ്റെ ഫ്രീലാൻസ് ജോലി കൊണ്ട് കഷ്ടപ്പെട്ടാണ് നിന്ന് പോകുന്നത്. ഐ ആം ബെർലി ഗെറ്റിംഗ് ബൈ വിത്ത് മൈ ഫ്രീലാൻസ് ഗിഗ്സ്. ഐ റിയലി നീഡ് എ ഫുൾ ടൈം ജോബ്. എനിക്ക് ഒരു ഫുൾ ടൈം ജോബ് വേണം. ഐ റിയലി നീഡ് എ ഫുൾ ടൈം ജോബ്. നെക്സ്റ്റ്,
മൈ ഓൾഡ് ലാപ്ടോപ്പ് ഈസ് സ്ലോ. എൻ്റെ പഴയ ലാപ്ടോപ്പ് സ്ലോയാണ്. ബട്ട് ഇറ്റ് ഗെറ്റ്സ് ബൈ ഫോർ ബേസിക് ടാസ്ക്. പക്ഷേ ബേസിക് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ചെയ്യുവാനായിട്ട് അത് ഓക്കെയാണ്, സഫിഷ്യൻ്റ് ആണ്. ഇവിടെ പണത്തെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്, ലാപ്ടോപ്പിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഗെറ്റ് ബൈ യൂസ് ചെയ്ത് സംസാരിക്കാറുണ്ട്. മൈ ഓൾഡ് ലാപ്ടോപ്പ് ഈസ് സ്ലോ. എൻ്റെ പഴയ ലാപ്ടോപ്പ് സ്ലോയാണ്. ബട്ട് ഇറ്റ് ഗെറ്റ്സ് ബൈ ഫോർ ബേസിക് ടാസ്ക്. പക്ഷേ ബേസിക് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ചെയ്യുവാനായിട്ട് അത് ഓക്കെയാണ്, സഫിഷ്യൻ്റ് ആണ്. നെക്സ്റ്റ്, ദ ഓൾഡ് ടി വി സ്റ്റിൽ വർക്ക്സ്. പഴയ ടി വി ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇനഫ് ടു ഗെറ്റ് ബൈ ഫോർ നൗ. ഇപ്പോഴത്തേക്ക് അത് ഓക്കെയാണ്. ജസ്റ്റ് ഇനഫ് ടു ഗെറ്റ് ബൈ ഫോർ നൗ. നെക്സ്റ്റ്, ദ വൈഫൈ കണക്ഷൻ ഈസ് സ്ലോ. വൈഫൈയുടെ കണക്ഷൻ സ്ലോയാണ്. ബട്ട് ഇറ്റ് ഗെറ്റ്സ് ബൈ ഫോർ ചെക്കിങ് ഇമെയിൽസ്. പക്ഷേ ഇമെയിൽ ചെക്ക് ചെയ്യുവാനായിട്ട് അത് ഓക്കെയാണ്, സഫിഷ്യൻ്റ് ആണ്. ബട്ട് ഇറ്റ് ഗെറ്റ്സ് ബൈ ഫോർ ചെക്കിങ് ഇമെയിൽസ്. നെക്സ്റ്റ്, ദ റൂം ഈസ് നോട്ട് ഫാൻസി. റൂം ഫാൻസി അല്ല. ബട്ട് ഇറ്റ് ഗെറ്റ്സ് ബൈ ഫോർ നൗ. പക്ഷേ ഇപ്പോഴത്തേക്ക് അത് ഓക്കെയാണ്, സഫിഷ്യൻ്റ് ആണ്. ബട്ട് ഇറ്റ് ഗെറ്റ്സ് ബൈ ഫോർ നൗ. നെക്സ്റ്റ്, ദ സോഫ ഈസ് എ ബിറ്റ് worn ഔട്ട്. സോഫ കുറച്ച് പഴയതാണ്. ബട്ട് ഇറ്റ് ഗെറ്റ്സ് ബൈ ഫോർ നൗ. പക്ഷേ ഇപ്പോഴത്തേക്ക് അത് ഓക്കെയാണ്. ബട്ട് ഇറ്റ് ഗെറ്റ്സ് ബൈ ഫോർ നൗ. നെക്സ്റ്റ്, ദ കിച്ചൺ ഈസ് സ്മോൾ. കിച്ചൺ ചെറുതാണ്. ബട്ട് ഇറ്റ്സ് ഇനഫ് ടു ഗെറ്റ് ബൈ. പക്ഷേ ഇപ്പോഴത്തേക്ക് അത് ഓക്കെയാണ്. ബട്ട് ഇറ്റ്സ് ഇനഫ് ടു ഗെറ്റ് ബൈ.